ടൈറ്റ് ഫൈറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ തലത്തിലേക്ക് പിന്നെ ബീഹാർ ഇലക്ഷൻ മാറിയിട്ടുണ്ട്. പുറമേയുള്ള കാറ്റോ അല്ലെങ്കിൽ പുറമേയുള്ള തരംഗങ്ങളോ കണ്ടുകൊണ്ട് നമുക്ക് ജനവിധിയുടെ അളവ് നിശ്ചയിക്കാൻ സാധിക്കില്ല. മാത്രമല്ല അങ്ങനത്തെ ഒരു തരംഗം ബീഹാറിൽ ദൃശ്യമല്ല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ചില അഭിപ്രായ സർവേകളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അഭിപ്രായ സർവേകളിലൊക്കെ NDAക്ക് നേരിയ മുൻതൂക്കമാണ് പ്രവചിക്കുന്നത്. ഏതായാലും എന്നോടൊപ്പം ഇപ്പോൾ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫ് മനോജ് മേനോനുണ്ട്. മനോജ്, ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നമുക്ക് ഫലപ്രഖ്യാപനത്തിലേക്കൊന്നും കടക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷേ എന്തായിരിക്കും ഒരു ഫലം നമുക്ക് പ്രവചിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രവചനം നടത്തുകയാണെങ്കിൽ എങ്ങോട്ടേക്കാണ് കാറ്റ് അനുകൂലം? ബാലു, വളരെ നിർണായകമായ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുറമേയുള്ള കാറ്റോ അല്ലെങ്കിൽ പുറമേയുള്ള തരംഗങ്ങളോ കണ്ടുകൊണ്ട് നമുക്ക് ജനവിധിയുടെ അളവ് നിശ്ചയിക്കാൻ സാധിക്കില്ല. മാത്രമല്ല അങ്ങനത്തെ ഒരു തരംഗം ബീഹാറിൽ ദൃശ്യമല്ല. തെരഞ്ഞെടുപ്പ് തരംഗം എന്ന് പറയുന്നത് 2015-ലും അതുപോലെ 2020-ലും ഒക്കെ ഉണ്ടായിരുന്ന പോലത്തെ ഒരു തരംഗം നമുക്ക് ദൃശ്യമല്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നുള്ളൊരു വായനയിലേക്ക് പോകുന്നതിന് പകരം ഈ പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ, ഇപ്പം മഹാസഖ്യത്തിൻ്റെ സാഹചര്യം നമുക്ക് എടുക്കാം. മഹാസഖ്യത്തിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് 2020-ലെ ഒരു സാഹചര്യമാണ്. നമ്മൾ നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ ചർച്ചകൾ നടത്തിയതുപോലെ തന്നെ 2020-ലെ സാഹചര്യമാണ് കുറി ആവർത്തിക്കുന്നതെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ പ്രകടനം വളരെ നിർണായകമാണ്. മഹാസഖ്യത്തിൽ കോൺഗ്രസ് എത്രത്തോളം പെർഫോം ചെയ്യും, എത്രത്തോളം അവർ വോട്ട് പിടിക്കും അല്ലെങ്കിൽ എത്രത്തോളം സീറ്റ് പിടിക്കും എന്നുള്ളത് മഹാസഖ്യത്തിൻ്റെ മൊത്തം വിജയത്തെ RJD സ്വാഭാവിക നിലയിൽ അവർക്ക് കേഡർ സംവിധാനങ്ങളുണ്ട്. താഴെത്തട്ട് മുതൽ വ്യക്തമായ ഘടനയുള്ള പാർട്ടിയാണ്. വോട്ടർമാരും വോട്ട് ബാങ്കും ജനങ്ങളും ഉള്ളൊരു പാർട്ടിയാണ് RJD. കോൺഗ്രസ് അത്രത്തോളം പഴയ പാരമ്പര്യങ്ങൾ വിട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് കോൺഗ്രസ് ഒരുപക്ഷെ ക്ഷീണിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ 2020-ൽ പെർഫോമൻസിന് പകരം കോൺഗ്രസ് മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ മഹാസഖ്യത്തിന് അനുകൂലമായ അന്തരീക്ഷം രൂപപ്പെടും. മറിച്ച് RJDയുടെയും JDUവിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രണ്ട് പാർട്ടികളുടെയും പ്രകടനം വളരെയധികം ക്രൂഷ്യലാണ്. കഴിഞ്ഞ 2020-ൽ കുറച്ച് സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഭരണം കിട്ടിയത്. രണ്ട് മുന്നണികളും തമ്മിൽ വോട്ട് ശതമാനത്തിൽ വലിയ വ്യത്യാസങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് പാർട്ടികളുടെയും പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് NDA സഖ്യത്തിനകത്ത്. കാരണം നിലനിൽപ്പിനും രണ്ടുപേർക്കും അത് അനിവാര്യവുമാണ് ബീഹാറിൽ. അതുപോലെ തന്നെ സീമാഞ്ചൽ മേഖലകളിൽ ഉള്ള അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകളുടെ ഭിന്നിപ്പ്, അതുപോലെ പ്രശാന്ത് കിഷോറിൻ്റെ രംഗപ്രവേശം, OYCയുടെ രംഗപ്രവേശം. ഞാൻ ഈ സീമാഞ്ചൽ വോട്ടുകളുടെ ഭിന്നിപ്പ് എന്ന് പറയുന്നത് OYC 2020-ൽ നടത്തിയിട്ടുള്ള വോട്ട് പിളർത്തലുണ്ട്. അതിക്കുറി ആവർത്തിക്കുമോ? അത് വലിയൊരു ചോദ്യമാണ്. അതുപോലെ പ്രശാന്ത് കിഷോറിൻ്റെ പെർഫോമൻസ് ഇതുവരെയുള്ളൊരു കണ്ടത് ചില നഗരപ്രദേശങ്ങളിൽ പ്രശാന്ത് കിഷോറിന് യുവാക്കൾക്കിടയിൽ അതുപോലെ അക്കാഡമിക് സമൂഹത്തിനിടയിൽ മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കാനും ചെറിയ സ്വാധീനം ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതിനപ്പുറം വലിയ തോതിലുള്ളൊരു തരംഗം കൊണ്ടുവരാനായിട്ട് പ്രശാന്ത് കിഷോറിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. മനോട്ട് പറഞ്ഞതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗങ്ങൾ ഇത്തവണയില്ല, അടിയൊഴുക്കുകളാണുള്ളത് അല്ലേ? തീർച്ചയായിട്ടും ബീഹാറിൽ ഈ പറഞ്ഞ പോലെ രണ്ടും പ്രധാനപ്പെട്ടതാണ്. മേൽത്തട്ടിലുള്ള ഒഴുക്കും അതുപോലെ താഴെത്തട്ടിലുള്ള ഒഴുക്കും. ഏറ്റവും നിർണായകം അടിത്തട്ടിലുള്ള ഒഴുക്ക് തന്നെയാണ്. ഈ അടിത്തട്ടിലുള്ള ഒഴുക്കാണ്. കാരണം നമ്മൾ പറയുന്നത് പോലെ 2020-ൽ വലിയ സീറ്റ് വ്യത്യാസത്തിലല്ല ഭരണമാറ്റം ഉണ്ടായത് അല്ലെങ്കിൽ ഭരണം കിട്ടിയത്. ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച നിരവധി സീറ്റുകളുണ്ട്. ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച നിരവധി സീറ്റുകളുണ്ട്. അതുകൊണ്ട് അത്രമാത്രം വേണമെങ്കിൽ ടൈറ്റ് ഫൈറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ തലത്തിലേക്ക് ബീഹാർ ഇലക്ഷൻ മാറിയിട്ടുണ്ട്. മനോജേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു തരംഗം ദൃശ്യമല്ല, പക്ഷേ അടിയൊഴുക്കുകൾ ശക്തമാണ്. ആ അടിയൊഴുക്കുകൾ ആർക്ക് അനുകൂലമാകുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ കടക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അവസാന നിമിഷങ്ങൾ പോലും നിർണായകമാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫലപ്രഖ്യാപനം വരുന്നത് വരെ ഈ ജിജ്ഞാസയും കൗതുകവുമൊക്കെ തുടരുന്നതായിരിക്കും. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ക്ലോസ് ഫൈറ്റാണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവചനം തികച്ചും അസാധ്യമാണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.